എൻ്റേതായ കുറേ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തരണം. ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. എന്നെപ്പോലത്തെ മീഡിയ ഒക്കെ എടുത്ത്, ഞാൻ ഉൾപ്പെടെയുള്ള മീഡിയ എടുത്ത് ആഘോഷിക്കുകയാണ്, ആ പേരുകളെടുത്ത് ആഘോഷിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മൊമെൻറ്റ് കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ പേഴ്സണലി കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് സിനിമയുടെ പ്രൊമോഷൻ തരാൻ പേടിയായിരുന്നു. പേടിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. എനിക്കും ഒരു പുതിയ തുടക്കമാണ്. എൻ്റെ വലിയൊരു ചേഞ്ച് നടക്കണം എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ഒപ്പം എൻ്റെ അച്ഛനും എൻ്റെ അമ്മയുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ജയിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയിൽ, കല്ലും മുള്ളും നിറഞ്ഞ യാത്രയിൽ പല സ്ഥലത്തും ബാസി ഒന്ന് ഇരുന്നു പോകുന്നു. ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഒരു സാധാരണ പാട്ടും സിനിമയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അത്രേ ഉള്ളൂ. ഈസി ടാർഗറ്റ് ആവാനായിട്ട് ആൾക്കാർക്ക് അറിയാം. ഓക്കെ, അവൻ ഇങ്ങനെ ചൊറിഞ്ഞ അവൻ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ജോലിയാണ്. സോ ഇറ്റ്സ് നൈസ്, സോ ഇറ്റ്സ് ഓക്കെ. അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഞാൻ അതിനോട് ദേഷ്യവും കാണിച്ച് നിങ്ങളെ അതും ഇതൊക്കെ പറഞ്ഞു എനിക്ക് അതൊന്നും വളർത്താൻ താല്പര്യമൊന്നുമില്ല. എനിക്ക് എല്ലാവരുമായിട്ടും വളരെ സന്തോഷമായിട്ട് ജീവിച്ചാണ്. അത് അച്ഛനും അമ്മയ്ക്കും ഒരു തെറ്റാവുന്നുണ്ടാവും. അവിടെ പോകും പലതും സംഭവം. ആ വേദനയൊക്കെ കാണാറുണ്ട്. ഇവനൊക്കെ ഇപ്പോഴും അഭിനയിക്കാൻ പ്രൊഡ്യൂസർമാരുണ്ടല്ലോ എന്നുള്ളൊരു കമൻറ്റ് അയച്ചായിരുന്നു. ഇനി നന്നാവാനുള്ളൂ, മനസ്സിലായില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് അത്ര വലുതായിട്ട് തോന്നുന്നില്ല. എനിക്ക് ലാലേട്ടൻ്റെ കൂടെ നല്ലൊരു സാഹചര്യമാണ്. വേടനൊക്കെ ഭീകര ലിറിസിസ്റ്റാണ്. വേടൻ്റെയൊക്കെ എന്താ പറയുക, ഭയങ്കര കാറ്റലോഗാണ്. അവൻ്റെ വാക്കുകളും അവൻ്റെ വൊക്കാബുലറിയൊക്കെ ഭീകരമാണ്. ഹൗ ഹി ഡീൽസ് വിത്ത് മലയാളം. ആൾക്കാർ സിനിമേനെക്കുറിച്ചും അഭിനയത്തിനെക്കുറിച്ചും അതൊക്കെ സംസാരിക്കട്ടെ. ഇതുപോലത്തെ അലമ്പുകളിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള യാത്ര ബാസിയോടൊപ്പം എല്ലാം മറന്ന് ഞാനും ഉണ്ടാവും, കൂടെ ഉണ്ടാവും. നമുക്ക് കല്യാണം കഴിച്ചാലോ? അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ ഇന്നൊരു അതിഥിയുണ്ട്. ആസാദി എന്ന സിനിമയാണ്. ആസാദി എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം എന്നാണ്. എനിക്ക് ബാസിയുടെ അടുത്തൊരു സ്വാതന്ത്ര്യം കിട്ടുന്നു, ബാസിക്ക് എൻ്റെ അടുത്തൊരു സ്വാതന്ത്ര്യം കിട്ടുന്നു. കാരണം ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നക്കാരാണ്. വലിയ പ്രശ്നമുണ്ടായി ഞങ്ങൾ അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം സ്വാതന്ത്ര്യം എന്നൊരു പേരിലൊരു സിനിമ വരാം. അപ്പോൾ ആ സ്വാതന്ത്ര്യം എനിക്ക് എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുതലെടുത്തോണ്ട് അല്ലേ? ഞാൻ ആ സ്വാതന്ത്ര്യം എടുത്തോട്ടെ? യെസ് പ്ലീസ്, നോ പ്രോബ്ലം. ഞാൻ സിനിമയെക്കുറിച്ച് ചോദിക്കുന്ന ഒരു കാര്യം പറഞ്ഞു തുടങ്ങുകയാണ്. യെസ്, എനിക്ക് എൻ്റേതായ കുറേ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തരണം. ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂ തുടരാൻ പറ്റുള്ളൂ. നോ പ്രോബ്ലം, ചോദിച്ചോളൂ. ഓക്കെ അല്ലേ? എന്തായാലും നമുക്ക് സിനിമയിലേക്ക് പോവാം. ആസാദി ഞാൻ സിനിമ കണ്ടിട്ടില്ല. കണ്ട കുറച്ച് സുഹൃത്തുക്കളുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ. അവർ സിനിമയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സിനിമയാണ് ബാസിയിൽ നിന്നും ഈ സിനിമ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ബാസി ചേക്കേറുകയാണ്, ഒരു കുടുംബത്തിൻ്റെ, ഒരു ഫാമിലിക്കുള്ളിൽ. ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അത്തരമൊരു കഥാപാത്രമാണ് ബാസി ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ ഈ സിനിമയെക്കുറിച്ച് ചെറുതായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഈ വേഷം? രഘു എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. സ്വന്തം വൈഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്ന, ജയിലിലായിരുന്നു വൈഫ്. അപ്പോൾ ഗർഭിണിയായതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരികയും നമ്മളവിടെ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ചാടിക്കാൻ നോക്കുന്നതിനെ കുറിച്ചുള്ളൊരു പടമാണ്. ഈ സബ്ജക്റ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ ബാസിക്ക് തോന്നുമല്ലോ ഇത് ഞാൻ ചെയ്യണം, എന്നെ എങ്ങനെയാണ് തേടി വന്നത്, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടപ്പോഴേക്കും. അപ്പോൾ എന്തായാലും ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. ഒരു പുതിയ സംവിധായകനാണ്. അതെ, ജോ പുതിയ സംവിധായകനാണ്. ആ പുതിയ സംവിധായകൻ്റെ അടുത്തേക്കാണ് ബാസി എത്തുന്നത്. അത്തരം ഒരു പുതിയ ആളുകളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബാസി എന്നൊരു കഥാപാത്രങ്ങൾ പല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. പല സിനിമകൾ മഞ്ഞുമൽ ബോയ്സ് ആണ് ഇപ്പം മനസ്സിൽ എല്ലാവരും തട്ടിയിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സാണ്. ആ മഞ്ഞുമൽ ബോയ്സിൽ നിന്ന് ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ പുതിയ കഥാപാത്രമായി പുതിയൊരു ആക്ടറായി മാറുകയാണ്. അത് പുതിയൊരു സംവിധായകൻ്റെ അടുത്തേക്ക്. അത് എത്രമാത്രം? അതെനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു ഈ പടത്തിൽ. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സുഭാഷായിട്ടൊരു ബന്ധമില്ലാത്ത കഥാപാത്രമാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ
കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ കമ്പോസ്ഡും കുറച്ചും കൂടെ ഇയാളുടെ സ്കിൽ സെറ്റ് വേറെയാണ്, സുഭാഷിൻ്റെ വേറെ ആയിരുന്നു. അപ്പോൾ എന്താ പറയുക, ജോൻ്റെ മനസ്സിലുള്ള കഥാപാത്രത്തിനെ വളരെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ ട്രൈ ചെയ്തത്. എനിക്ക് തോന്നുന്നു എൻ്റെ നായിക എന്ന് പറയുമ്പോൾ നമുക്ക് ഫേമസ് ആയ ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ മോള് ഇവരും ഡബ് ചെയ്തിട്ടുണ്ട്, എന്തായിരിക്കും ഇവരും ഡബ് ചെയ്യുന്ന ഒരാൾ. ആ ഒരു ആ ഒരു നിങ്ങൾ ഇടയ്ക്ക് സെറ്റിൽ വെച്ചൊക്കെ സംസാരം ഉണ്ടാവുള്ളൂ, അങ്ങനെ ഒരു ഓർമ്മ എന്തായിരിക്കും? ഇപ്പം ലെജൻഡറി ഫാമിലി എന്നാണ്. അപ്പോൾ അങ്ങനെ ചെറുപ്പം മുതൽ ഡബ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം. 4 വയസ്സ് ഉള്ള സമയത്ത് വരെ ഡബ് ചെയ്തിട്ടുള്ള. ഇപ്പോൾ ഞാൻ ഇന്നറിഞ്ഞത് ഇപ്പോൾ ഷാജൻ കരുൺ സാറിൻ്റെ പടത്തിൽ വനപ്രസ്ഥത്തിൽ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ റേഡിയോയിലായിരുന്നു ആദ്യം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡബ്ബിങ്ങിൻ്റെ പരിപാടികളും. ഒരു റേഡിയോ ജോക്കിയിൽ നിന്നും സിനിമയിലേക്ക് എത്തി, ഒരു വലിയ ദൂരമില്ലാത്തൊരു യാത്രയാണ്. എല്ലാം ചെയ്തു വെച്ച സിനിമകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നിനൊന്നും മികച്ച സിനിമയാണ്. ചില സിനിമകൾ പരാജയപ്പെടും, ചില സിനിമ വിജയിക്കും. സിനിമ അങ്ങനെയാണ്. പരാജയപ്പെട്ട സിനിമയെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാറുണ്ടോ? പോയതിനെക്കുറിച്ചും കഴിഞ്ഞതിനെക്കുറിച്ചും ചിന്തിക്കാണ്ട് ഇപ്പോഴതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് വേണ്ട എന്ന് വെച്ച സിനിമ ചിലപ്പം ഒരു സുഹൃത്ത് വലയത്തിൽ പോയി അഭിനയിക്കേണ്ടായി വരും. അങ്ങനത്തെ സിനിമകൾ ചെയ്യാറ് എനിക്ക് അത്ര ഇഷ്ടമല്ല, എനിക്ക് വർക്കാവില്ല എന്ന് എനിക്ക് സ്വയം അറിയാം. എങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടാവുള്ളൂ. ആ സുഹൃത്ത് വലയത്തിൽ പോയി അങ്ങനെ സിനിമ ചെയ്ത് കൊടുക്കേണ്ടായി വന്നിട്ടുണ്ടോ? എൻ്റെ സുഹൃത്തുക്കളാരും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാറില്ല. അവരെല്ലാവരും എന്തെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ എല്ലാവരും ഓരോരുത്തരെ വിളിക്കോളും. അങ്ങനെ ഇഷ്ടമില്ലാണ്ട് പോയി ചെയ്യണം, അതൊക്കെ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ കിട്ടിയേക്കണം. ഒരു സിനിമയിൽ വർക്ക് ചെയ്യുക, അതിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയണം. അപ്പോൾ എന്തായാലും എക്സൈറ്റിംഗ് ആണ് ഏത് കഥാപാത്രം കിട്ടിയാലും. അതിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, ഒരു സിനിമ ഒന്നും പറഞ്ഞൊരു സ്ഥലമാണെങ്കിൽ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഓക്കെ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ എസ്പെഷ്യലി കൂട്ടുകാരങ്ങനെ ഇത് നീ ചെയ്യണം അങ്ങനെയൊന്നും വിളിക്കില്ല. അങ്ങനെയൊന്നും ഇതിൽ ആർട്ടിസ്റ്റുകൾ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം. ലാൽ സാറുണ്ട്, വാണിച്ചേച്ചിയുടെ ഒരു തിരിച്ചു വരും. വാണിച്ചേച്ചി തിരിച്ചു വരാൻ വെച്ചാൽ ആദ്യത്തെ ഷൂട്ട് ചെയ്ത സിനിമയാണ്. അത് കഴിഞ്ഞിട്ടാണ് റൈഫിൾ ക്ലബ്ബിലൊക്കെ ഷൂട്ട് ചെയ്തത്. റിലീസിനൊന്നും വൈകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ വാണിച്ചേച്ചിയുടെ ഒക്കെ കൂടെ ഇന്ന് അഭിനയിക്കുമ്പോൾ ഒരു ഓഫീസറാണ്, പോലീസ് ഓഫീസറായിട്ടാണ്. ആ ഒരു സീക്വൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അതിപ്പോൾ ചെറുപ്പത്തിൽ കണ്ട വാണിച്ചേച്ചി തന്നെയായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ കണ്ടു വളർന്ന ഒരു സർട്ടൻ ബോൾഡ് ക്യാരക്ടേഴ്സ് ആണല്ലോ ചേച്ചിയുടെ. അപ്പോൾ അങ്ങനത്തെ ഒരു റോളാണ് ഇതിനകത്ത്. അത് ഭയങ്കര രസമായിരുന്നു. ലാൽ സാറുമായിട്ട് നേരത്തെ പരിചയമുണ്ട്. ലാൽ സാറുമായിട്ടുള്ള പരിചയങ്ങൾ ഓൾവേസ് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ എല്ലാ പ്രാവശ്യവും പഠിക്കാനുണ്ടാവും എന്തെങ്കിലും. ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ഒരു സീനിൽ ലാലങ്ങൾ ഫസ്റ്റ് ഷോട്ട് എടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ കരഞ്ഞു ഫസ്റ്റ് ടേക്കിൽ. സോ ഒരു പവർ ഹൗസ് പെർഫോമറാണ് ലാലങ്ങൾ. അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുമുണ്ട്. അത്രയും ഒരു സൗഹൃദത്തിലുള്ളതാണ് നിങ്ങളെല്ലാവരും. ആ കൂട്ടുകെട്ടിൽ അങ്ങനെ സൗഹൃദം ഉള്ളതാണല്ലോ. ഓരോ സിനിമ കഴിയും തോറും വാസിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത സിനിമയിലേക്കുള്ള തയ്യാറെടുപ്പാണ് അല്ലേ? അടുത്ത സിനിമ നമുക്ക് കിട്ടുന്നു, അതിൻ്റെ തയ്യാറെടുപ്പാണ്. അങ്ങനെ ഒരു തയ്യാറെടുപ്പിൽ പല ക്യാരക്ടറാണ് വന്നുപെടുന്നത്. നമ്മൾ ആ ക്യാരക്ടറിലേക്ക് ഇങ്ങ് അടുക്കാൻ സമയമെടുക്കുമോ, അതോ നമ്മൾ ലൊക്കേഷൻ അടുത്ത ക്യാരക്ടറിലേക്ക് എത്താൻ ഒരു സമയം വേണ്ട, എനിക്ക് റെഡിയാണ്, അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ പെട്ടെന്ന് അങ്ങനെ റെഡിയാവുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ചെന്നൊന്ന് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഒരു കഥാപാത്രം മനസ്സിലായി തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കണം. ഒരു 2 സീൻ അല്ലെങ്കിൽ 2-3 സീനൊക്കെ ഒന്ന് എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊന്ന് ആ സ്കിന്നിലേക്ക് വീഴാനായിട്ടുള്ള കുറച്ച് സമയമെടുക്കുമെന്ന് തോന്നുന്നു. അത് നാച്ചുറലി എല്ലാവർക്കും ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ കുറച്ച് സമയം പ്രിപ്പയർ ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ പ്രോജക്ട്സിന് യൂഷ്വലി എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ദിവസം നേരത്തെ ചെല്ലും. അപ്പോൾ ആ ഒരു എൻവയറമെൻ്റായിട്ട് നമുക്ക് ഒരാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ സെറ്റാകും. ഞാൻ ചട്ടമ്പിക്ക് അങ്ങനെ ചെയ്തായിരുന്നു. കുറച്ച് നാൾ മുമ്പ് നേരത്തെ പോയി പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളിലും എല്ലാത്തിലൊക്കെ കൂടെ നിന്ന്, അപ്പോൾ പിന്നെ അങ്ങനെ കറിയായി മാറും. അപ്പോൾ നമ്മുടെ നടപ്പും വർത്താനവും നല്ല ഒരു വർത്താനം എല്ലാം മാറും. നമ്മൾ അതിലേക്ക് ആ ക്യാരക്ടറിലേക്ക് കയറുകയാണ്. അതെ, അതിനെല്ലാത്തിനും സമയം കിട്ടാറില്ല. അങ്ങനെ എല്ലാത്തിനും നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. ചിലപ്പോൾ ഷൂട്ട് കഴിഞ്ഞാൽ നേരെ അടുത്ത ദിവസം അടുത്ത പടമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ മേ ബി ഒരു ചെറിയ സീക്വൻസ് കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയാവും. മഞ്ഞുമൽ ബോയ്സ് ലോകമെമ്പാടും ഏറ്റെടുത്ത സിനിമയായിരുന്നു. ലോകമെമ്പാടും എവിടെ പോയാലും ആ ഒരു പേര് വലിയ ഹൈപ്പുണ്ടാക്കി. അതിലൊരു കഥാപാത്രം നമ്മളെയൊക്കെ നെട്ടിച്ച് കളഞ്ഞ വാസി എന്നൊരു കഥാപാത്രം ഇത്രയും നാളും ഇത്രയും നാളും ചെയ്തു വെച്ചതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം അത് തന്നെയായിരുന്നു. അത്തരമൊരു കഥാപാത്രം വാസിയുടെ കയ്യിൽ ഭദ്രമാണെന്ന് ആ ഡയറക്ടറും ആ സ്ക്രിപ്റ്റ് റൈറ്ററും ആ ടീമും വിശ്വസിച്ചാണ് തരുന്നത്. എപ്പോഴെങ്കിലും ചോദിച്ചോ ഇത് ഞാൻ തന്നെയാണോ ചെയ്യേണ്ടത് ചോദിച്ചിരുന്നു?
ഇല്ല. എനിക്ക് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതിയത് അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിൽ. ഒരിക്കലും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിരുന്നു. അത് കുറേ ഷൂട്ടുണ്ടായിരുന്നു, കുറേ ദിവസങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. ആ ദിവസങ്ങളൊക്കെ വേറൊരു സിനിമയും ചെയ്യാൻ പറ്റാതെ അതിലേക്ക് തന്നെ ഒരു യാത്രയായിരുന്നു. അതെ അതെ, അത്രയും ദിവസങ്ങൾ എടുത്ത ഒരു സിനിമയാണ്. അത് ഇത്രമാത്രം വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കുറേ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നപ്പോഴേക്കും ഇപ്പോൾ പറഞ്ഞ പോലെ ചില പടങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. അത് മഞ്ഞുമലിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എൻവയറമെൻറ്റിൽ നിന്ന് നല്ലൊരു പ്രോഡക്റ്റ് വരികയും അത് നന്നാവുകയും എന്നൊക്കെ പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ആ കൂട്ടുകെട്ട് വലുതാണ്, നിങ്ങളുടെ കൂട്ടുകെട്ടും വലുതായിരുന്നു. ആ ഗ്യാങ് അങ്ങനെയായിരുന്നു, നിങ്ങളുടെ സുഹൃത്ത് വലയം. ആ സുഹൃത്ത് വലയത്തിൽ ഇനിയും സിനിമകൾ ഉണ്ടാകേണ്ടതല്ലേ? ഓഫ് കോഴ്സ് ഇനിയും സിനിമകളുണ്ടാകും, ഇനിയും അങ്ങനത്തെ വലിയ വലിയ പരിപാടികൾ വരും. അത് ഏത് എന്താ പറയുക, ഏത് കൂട്ടായ്മയാണെങ്കിലും അതിനകത്ത് നല്ല സാധനങ്ങളുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് വാസി. ഞാൻ ഇനി കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതാണ്. എന്ത് വിഷയങ്ങളുണ്ടായാലും, ഇപ്പോൾ ഒരു ലഹരി ഉപയോഗം ഉണ്ടായാൽ ആദ്യം കേൾക്കുന്ന പേര് 2 പേരെയാണ്, ഷൈൻ ടോം ചാക്കോയും ബാസിയുടെയും പേര്. അത് ബാസിക്കും കുടുംബമുണ്ട്, ഷൈനും കുടുംബമുണ്ട്. എന്നെപ്പോലത്തെ മീഡിയ ഒക്കെ എടുത്ത്, ഞാൻ ഉൾപ്പെടെ ഉള്ള മീഡിയ എടുത്ത് ആഘോഷിക്കുകയാണ്, ആ പേരുകളെടുത്ത് ആഘോഷിക്കുകയാണ്. അത് തോന്നുമ്പോൾ ബാസിക്ക് എന്താ തോന്നുക? എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് ഹാർഡ് ടു എന്താ പറയുക, ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വെറുതെ സിനിമയൊക്കെ ചെയ്ത് നടക്കുന്ന പിള്ളേരാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ. എന്തെങ്കിലും നിങ്ങളുടെ പേരിലേക്ക് മാത്രം എത്തുന്നതിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു വളർച്ച ആരിരുന്ന് ഇങ്ങനെ ഗൂഢാലോചനയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഗൂഢാലോചനയൊക്കെ ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷേ I just hope my name is not ചുമ്മാ used here and there. അപ്പോൾ ഇത് ഞാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഐ ബിലീവ് ആൾക്കാർക്ക് അങ്ങനെ എന്താ പറയുക, എളുപ്പമായിട്ട് ഓക്കെ ഇവർ എന്നുള്ളൊരു ഇതിൽ ആൾക്കാർ എൻജോയ് ചെയ്യണ്ടാവും. ആൾക്കാർക്ക് ക്ലിക്ക് ബെയ്റ്റും വീഡിയോസ് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണല്ലോ. ആൾക്കാർക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള കാണാനും ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ, ഇവൻ അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ശ്രീനാഥ് ബാസിയുടെ ജീവിതത്തിൽ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്, ദുഃഖങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ശ്രീനാഥ് പൊട്ടിക്കരയുന്നുണ്ടാകാം ചില സമയത്ത്, ആരും അറിയാതെ പൊട്ടിക്കരയും. എന്നുവെച്ചാൽ എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് ചിന്തിച്ച് കരയാറുണ്ടായിരിക്കും. അത്തരമൊരു സന്ദർഭത്തിലൊക്കെ ശ്രീനാഥ് ബാസിനെ കൈപിടിക്കാൻ, ചേർത്ത് പിടിക്കാൻ ഉണ്ടാകുന്ന പേരുകൾ പറയുകയാണെങ്കിൽ ആരുടെ പേരുകൾ പറയാൻ പറ്റും? എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരോ ബാസിയും സജ്നി. സോ ഐ ലിവ് വിത്ത് ദം. അപ്പോൾ എൻ്റെ സപ്പോർട്ട് സിസ്റ്റം അതാണ് എൻ്റെ അച്ഛനമ്മയും. സോ ഇത്തരം വാർത്തകൾ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു നിരാശ ബാസിനെ അലട്ടുന്നില്ലേ? യെസ്, പക്ഷെ അവരെൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ഒപ്പം എൻ്റെ അച്ഛനും എൻ്റെ അമ്മയുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഈ ഭാരം അവരും കൂടെ കുറച്ച് താങ്ങും. സോ ഇറ്റ്സ് നൈസ്. അല്ല, നമ്മൾ അത് പറയുമ്പോഴാണ് നമ്മൾ കൈ പിടിച്ച് കിടന്ന കാലമുണ്ട് അച്ഛൻ്റെ അമ്മയുടെ. ആ അച്ഛനും അമ്മയും നമ്മൾ വീണ്ടും കൈപ്പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകും. അതെ, എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലൊരു അങ്ങനത്തെ അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ തിരിച്ചെൻ്റെ അച്ഛനമ്മയുടെയും കൂടെ ഒന്ന് ജീവിക്കുകയാണ്. അപ്പോൾ എനിക്കും ഒരു പുതിയ തുടക്കമാണ് ഈ 36-ാം വയസ്സിൽ. എൻ്റെ ബർത്ത്ഡേ ഈ മാസം. എൻ്റെ വലിയൊരു ചേഞ്ച് നടക്കണം എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഈ പടം റിലീസായി കറക്റ്റ് 20 ദിവസത്തിൽ എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ I think beautiful things are going to happen. ഇനി ഇറ്റ് ക്യാൻ ഓൺലി ഗെറ്റ് ബെറ്റർ നൗ എന്നെനിക്ക് പറയാനുള്ളൂ. ഒരു ചേഞ്ച് വേണമെന്ന് സ്വയം തോന്നിയതാണോ? ചേഞ്ച് മാത്രമാണ് ലോകത്ത് ആകെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യം. ആകെ എന്തെങ്കിലും സ്ഥിരമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ലോകത്ത് ഈ പറയുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ എൻ്റെ ജീവിതമായാലും എൻ്റെ സ്വഭാവമായാലും നമ്മളുടെ ജീവിതശൈലിയോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളായാലും എല്ലാം മാറിക്കൊണ്ടിരിക്കണല്ലേ ഇന്നും നാളെയൊക്കെ ആയിട്ട്. സോ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അല്ല ഇനി നമുക്കൊക്കെ? എല്ലാത്തിലും നല്ല മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാറില്ല ഞാൻ. സോ നോ, ഐ ജസ്റ്റ് വാണ്ട് ഡു ദിസ് ജോബ് ആൻഡ് കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ്. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നിട്ട് അത് എന്താ പറയുക, അത് ഞാൻ മിസ്യൂസ് ചെയ്യുകയാണെന്ന് ആൾക്കാർ വിചാരിക്കരുത്. കാരണം അതുപോലെ പണി എല്ലാവരെയും പോലെ ഐ എം ഓൾസോ ഡൂയിങ് റിയലി
ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ അത് ഇത് പറയല്ല, പക്ഷേ ഒരു റെഗുലറായിട്ട് എല്ലാവരും ജോലി എടുക്കുന്ന പോലത്തെ ഒരു ജോലിയാണ് നമ്മുടെ സിനിമ. അതിന് ഇത്തിരി പോപ്പുലാരിറ്റിയും ഈ പറയുന്ന പോലത്തെ ഒരു സെലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ ആൾക്കാരൊക്കെ സ്പെഷ്യലാണെന്ന് ആരും വിചാരിക്കരുത്, ഇവരൊക്കെ സാധാരണക്കാരാണ്. സോ അത് കഥകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വിചാരിക്കട്ടെ, സിനിമയിലെ കഥയല്ല കേട്ടോ. അല്ല, മനസ്സിലായി. നിങ്ങളെ വെച്ചുള്ള ജീവിതത്തിലെ കഥകൾ വേറെ രീതിക്ക് വളച്ചൊടിക്കുമ്പോൾ അത് വാസിയെ സംബന്ധിച്ചുള്ള ഞാൻ നേരത്തെ ചോദിച്ചാൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. അച്ഛനും അമ്മയുടെയും കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ കേട്ടത്. നമുക്കെന്നും സപ്പോർട്ടായിരുന്ന അച്ഛനും അമ്മയും അവരുടെ ഒരു കണ്ണീര്, അവരുടെ ഒരു വേദന വാസിനെ ജീവിതത്തിൽ എപ്പോഴും അലട്ടും. എവിടെ പോയി ഒറ്റയ്ക്ക് ഇരുന്നാലും അവിടെ അച്ഛനും അമ്മയും വാർത്തകൾ കാണുന്നു, അച്ഛനും അമ്മയ്ക്ക് ടെൻഷൻ ആവുന്നു. ആ ഒരു വേദന വാസിക്ക് ശരിക്കും ഉണ്ടാകാറില്ലേ? ഞാൻ അവരുടെ കൂടെ ജീവിക്കണം, എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് വരണേലും അങ്ങോട്ട് വീട്ടിൽ പോകുമ്പോഴും അത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇത് വളരെ, അത് ഏതൊരു അച്ഛനമ്മയ്ക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്ത് എനിക്ക് സിനിമയുടെ പ്രൊമോഷൻ തരാൻ പേടിയായിരുന്നു. അയ്യോ അത് പക്ഷേ പേടിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കങ്ങനെ തോക്കാനും പറ്റില്ല. അപ്പോൾ ഐ റിയലി വോണ്ട് ടു വർക്ക് ഹാർഡ് ആൻഡ് ഡു ഓൾ ദിസ്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അല്ല, തോൽവി നമുക്ക് ആർക്കും തോൽവി ഇഷ്ടമല്ല, ജയത്തിലേക്കാണ്. പക്ഷേ ആ ജയിക്കാൻ വേണ്ടിയുള്ള ഒരു യാത്രയിൽ, കല്ലും മുള്ളും നിറഞ്ഞ യാത്രയിൽ പല സ്ഥലത്തും ബാസി ഒന്ന് ഇരുന്ന് പോകുന്നു. ആ ഇരുന്ന് പോകുമ്പോഴാണ് ബാസിയുടെ മുകളിലേക്ക് ബാക്കിയുള്ളവർ കയറുന്നത്. ആ ഇരുക്കൽ പിന്നീട് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ബാസി ഇപ്പോൾ ഇന്ന് തന്നെ പറഞ്ഞു, സിനിമയുടെ പ്രൊമോഷൻ പോലും പോകാൻ എനിക്ക് ഭയമാണ്. എന്താണ് ചോദിക്കുന്നത്, എന്താണ് പറയുന്നത് നമുക്ക് പോലും അറിയാത്ത ആളുകളായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ചോദ്യമായിരിക്കും പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെടുത്തിട്ട് അതിൻ്റെ പല പല കാര്യങ്ങളായിരിക്കും വരിക. അപ്പോൾ നമ്മളപ്പോൾ പെട്ടെന്ന് ടെൻഷനാവും, ഓക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, വെറുതെ സിനിമ ചെയ്താൽ പോരെ. ബട്ട് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി നമ്മളായിട്ട് തന്നെ ഒരുക്കുകയാണ്. അപ്പോൾ ഈസി ടാർഗറ്റ് ആവാനായിട്ട് ആൾക്കാർക്ക് അറിയാം, ഓക്കെ അവൻ ഇങ്ങനെ ചൊറിഞ്ഞ് അവൻ എന്തെങ്കിലും പറയും, അല്ലെങ്കിൽ സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. യൂഷ്വലി അങ്ങനെയാണ്. ഞാൻ നേരത്തെ ഒരു ഇവിടുത്തെ കുറച്ച് നേരം മുമ്പ് ഇവിടുത്തെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു, എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും ജോലിയാണ്. സോ ഇറ്റ്സ് നൈസ്, സോ ഇറ്റ്സ് ഓക്കെ. അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഞാൻ അതിനോട് ദേഷ്യവും കാണിച്ച് നിങ്ങളെ അതും ഇതുമൊക്കെ പറഞ്ഞു നിങ്ങളെന്തൊക്കെ പറയുന്നു രസമല്ലേ, നോ പ്രോബ്ലം. ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യുന്നു. അത് ബാസി ആ സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും തിരിച്ചു പറയുന്നു, എന്തിനാണ് എന്നുള്ള ചിന്താഗതിയിലേക്ക് പോയി അവരുടെ ജോലി അവർ നടക്കട്ടെ. അല്ല അങ്ങനെയല്ല, അതൊരു ഗിവൻ ടേക്ക് അല്ലേ. അതുകൊണ്ടല്ലേ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ നിങ്ങളോട്? എനിക്ക് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്ത് ജീവിക്കണം, ഞാൻ എൻ്റെ പരിപാടി ചെയ്ത് ജീവിക്കണം. അപ്പം പക്ഷെ തമ്മിൽ നമ്മളിങ്ങനെ ഒരു ദേഷ്യവും കാര്യവും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും നമ്മളുടെ തല വർക്ക് ചെയ്യും, നമ്മൾ ശരിക്കും കാര്യങ്ങൾ ചെയ്യും. അത് നമ്മുടെ മനുഷ്യരുടെ നേച്ചറാണ്. എനിക്ക് അതൊന്നും വളർത്താൻ താല്പര്യമൊന്നുമില്ല. എനിക്ക് എല്ലാവരുമായിട്ടും വളരെ സന്തോഷമായിട്ട് ജീവിച്ചാണ്. അതിപ്പോൾ ഹൈദരാലി ആണെങ്കിലും ആരാണെങ്കിലും ഇപ്പോൾ ചേട്ടനെ വിചാരിക്കണ്ടാവും ഇപ്പം എന്നെക്കുറിച്ച് അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കണത്. ഒരു സാധാരണ മനുഷ്യനെ നമ്മൾ എപ്പോഴും ദേഷ്യവും വിദ്വേഷമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലതൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്കതാണ് മീഡിയനോട്. ഇപ്പം എന്തൊക്കെ എന്നിങ്ങനെ പറയുമ്പോഴും എനിക്ക് അതിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഞാനിപ്പോൾ ദേഷ്യപ്പെട്ട് നിങ്ങളോട് മറ്റേത് അങ്ങനെ ദാറ്റ്സ് നോട്ട് വാട്ട് ഐ ക്യാൻ ഡു. ഐ ക്യാൻ ഓൺലി റിഫ്ലക്റ്റ്. ഞാൻ ഈ കൾച്ചറിനോട് ഒരു ഡയലോഗിലാണ്. ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്, ഞാൻ ഒരു സാധാരണ പാട്ടും സിനിമയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്, ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ പറയുന്ന കോമഡികളൊന്നും ഇല്ലയെന്ന് എനിക്ക് പറയാനുള്ളൂ. പാട്ടിലൂടെ ചില പ്രതികാരങ്ങൾ തീർക്കാം. പാട്ടിലൂടെ നമുക്ക് എഴുത്തിലൂടെ ചില പ്രതികാരങ്ങൾ തീർക്കാം. ഇപ്പോൾ ഉദാഹരണമായി വേടൻ്റെ ഒരു സംഭവത്തിൽ ഐ ലവ് വേഡൻസ് മ്യൂസിക് ഇസ് അമേസിങ്. ഓക്കെ, ഈ പാട്ടിലൂടെ നമുക്ക് പ്രതികാരം തീർക്കാം. അങ്ങനെ പാട്ട് എഴുതുമ്പോൾ നമുക്ക് ചിന്താഗതി വരുമോ? പാട്ട് നമ്മൾ എഴുതി നമ്മൾ റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ള ഇതിലൂടെ പറയാം, അങ്ങനെ തോന്നാറുണ്ടോ? ഒബ്വിയസ്ലി നമ്മൾ തന്നെ എഴുതി നമ്മൾ പറയുകയാണല്ലോ. അപ്പോൾ എന്തായാലും അതിനകത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ എനിക്കിത് പറയണം എന്ന് വിചാരിച്ച് ഞാൻ പാട്ട് എഴുതാറില്ല. എൻ്റെ പ്രോസസ്സും അതല്ല. ഐ ട്രൈ ടു റൈറ്റ് വാട്ട് ഇസ് ദെയർ. ആൻഡ് ഞാനിപ്പോൾ തുടങ്ങിയുള്ളൂ ഇതൊക്കെ. വേടനൊക്കെ ഭീകര ലിറിസിസ്റ്റാണ്. വേടൻ്റെയൊക്കെ എന്താ പറയുക, ഭയങ്കര കാറ്റലോഗാണ്. അവൻ്റെ വാക്കുകളും അവൻ്റെ വൊക്കാബുലറിയൊക്കെ ഭീകരമാണ്. ഹൗ ഹി ഡീൽസ് വിത്ത് മലയാളം. അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ ഇൻസ്പിറേഷനാണ്. ലൈക്ക് ഫെജോ, ഹിം, ഓൾ ദീസ് ഗൈസ്. എനിക്ക് എന്താ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ MC കൂപ്പർ, എനിക്ക് എല്ലാവരും പേരെടുത്ത് പറയാൻ ദേ ആർ ഓൾ റിയലി നൈസ്. അപ്പം ആ ഒരു ഇൻസ്പിറേഷൻ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒന്നുമില്ലായ്മയെന്ന് പാട്ടുണ്ടാക്കി അവർക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കിൻ്റെ മേളിൽ പാട്ട് വെറുതെ
സ്പോക്കൺ വേർഡ് ആണെങ്കിലും വെറുതെ വർത്താനം പറഞ്ഞ് പോവാണ്, പക്ഷെ കേൾക്കാൻ നല്ല രസവും ഇറ്റ്സ് എ ഗുഡ് മെൻ്റൽ പ്രോസസ്സ്. അപ്പോൾ ഞാൻ ഒരു മ്യൂസീഷ്യനാണ്, ഞാൻ പാട്ട് പാടുമായിരുന്നു, ഞാൻ ഇംഗ്ലീഷിലാണ് നേരത്തെ എഴുതിയിരുന്നത്. എനിക്ക് മലയാളം എഴുതാന്നുള്ളത് ഭയങ്കര ഒരു ചാലഞ്ചായിരുന്നു. എനിക്ക് പേടിയാണ്, എൻ്റെ മലയാളം അത്ര കൊള്ളില്ലല്ലോ എന്നുള്ളൊരു ഇതാണ് ആരണോ. പക്ഷെ ഞാൻ വർത്തമാനം പറയണ പോലെ വെറുതെ പാട്ട് എഴുതിയപ്പോൾ എനിക്ക് ഈ പറഞ്ഞൊരു വെൻറ്റ് തുറന്നു കിട്ടി. എനിക്ക് കാര്യങ്ങൾ സംസാരിക്കാനും അതും മെറ്റഫറിൽ സംസാരിക്കാനും അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്പേസ് കിട്ടി പാട്ടിലൂടെ. അതും ഈ പറഞ്ഞ പോലെ അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമോ അങ്ങനത്തെ ഒരു എന്താ പറയുക, നമ്മളതിന് ഇൻസ്പിറേഷൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും കൊണ്ടുപോകാണ്ടിരിക്കണതിന് നല്ലത്. തുറന്ന് പറയണമെന്ന് തോന്നുമ്പോൾ ഒരു സുഹൃത്തുണ്ടാവും. ഇപ്പോൾ എനിക്കൊന്നും തോന്നുന്നു എനിക്കൊരു സുഹൃത്തുണ്ടാവും, വാസിക്കൊരു സുഹൃത്തുക്കളുണ്ടാവും, അച്ഛനും അമ്മയും നമ്മൾ നടത്തും. അങ്ങനത്തെ ഒരു സുഹൃത്ത് പോലെ വാസിക്കുണ്ടല്ലോ അല്ലേ? അവരോട് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. യെസ്. അവരിൽ നിന്നും ഒരു നമുക്കിത് ഇങ്ങനെ ആകാമെന്ന് തോന്നാനുള്ള അത്തരം സുഹൃത്തുക്കളുണ്ട്. ബാസി നീ ഇങ്ങനെ ചെയ്യണം, നീ ഇതായിരിക്കണം ഇനി മുതൽ. എനിക്ക് തോന്നുന്നു അതെ, നല്ല അഡ്വൈസും നല്ല കുറച്ച് ആൾക്കാർ ജീവിതത്തിൽ ചുറ്റുമുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന നല്ല കാര്യങ്ങൾ വരുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന ബാഡ് കമ്പനി ആണെങ്കിൽ നമ്മൾ ആ ഒരു കഥയുടെ ഭാഗമായിട്ട് അങ്ങനെ പോവുകയുള്ളൂ. പക്ഷെ ഞാൻ ശരിക്കും എൻ്റെ ഈ പരിപാടിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് എൻ്റെ ചെയ്തുകൊണ്ടോ ഞാൻ നല്ലോണം അഭിനയിച്ചുകൊണ്ടോ അതൊന്നും അല്ല. ഇതെന്തോ ഭാഗ്യം കൊണ്ട്, എന്തോ അച്ഛനമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ലഭിച്ചൊരു ഭാഗ്യമാണ്. അപ്പോൾ അതിന് ഞാനിപ്പോഴും ആ ഒരു റെഫറൻസിലും ഇതിലാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് അത്രയ്ക്ക് ഡിവൈനായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഐ ഡോണ്ട് കൺസിഡർ ഇറ്റ്. ഒന്നും ചെയ്യാറില്ല. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അറിവ്. യാത്രകൾ ഇഷ്ടപ്പെടും. എനിക്ക് തോന്നുന്നു ദുഃഖങ്ങളുണ്ടായാലും യാത്ര ചെയ്യും, സന്തോഷമുണ്ടായാലും യാത്ര ചെയ്യും. അത് എങ്ങനെയാണ്? ആ ഒറ്റയ്ക്കുള്ള യാത്രയാണോ ഇഷ്ടം? അല്ല, അങ്ങനെയല്ല. നമുക്ക് ഒറ്റയ്ക്ക് കുറേയൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ കുറേ പേരുണ്ടെങ്കിലേ കുറച്ചധികം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ചധികം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ശരിക്കും കൂട്ടുകാരും സുഹൃത്ത് ബന്ധങ്ങളും എവിടെ പോയാലും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷമുള്ളൂ. അങ്ങനെ ഒറ്റയ്ക്കുള്ളൊരു മൈൻഡ് ഇത് ചെയ്തുള്ള അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അങ്ങനെ ആരുണ്ടോ, ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടില്ല. പ്രോബ്ലി ഐ മൈറ്റ്. പക്ഷെ കൂട്ടുകാരെല്ലാം ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു മീൻ വെള്ളത്തിൽ നിന്ന് ഇറങ്ങണ പോലത്തെ ഒരു സുഖം കിട്ടും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്നിട്ട് തിരിച്ച് വെള്ളത്തിലേക്ക് നമ്മൾ ഇങ്ങോട്ട് വരും, വീണ്ടും തിരിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങും അല്ലേ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ സിനിമ അഭിനയം തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. അതോടൊപ്പം പാട്ടുകൾ എഴുതാറുണ്ട്, അവതരിപ്പിക്കാറുണ്ട്. അഭിനയം തന്നെയാണ് ഇഷ്ടം, അത് സോങ്ങിലേക്കുള്ള ഒരു യാത്ര എങ്ങനെയാണ്? എനിക്ക് അഭിനയം ഉള്ളതുകൊണ്ടാണ് പാട്ടുകൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലേക്കും കൂടെ വാസി മാറിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ റെക്കോർഡ് ലേബലിൻ്റെ മ്യൂസിക് പ്രൊഡക്ഷനും അതിൻ്റെ വീഡിയോ ഷൂട്ടും പ്രൊഡക്ഷനൊക്കെ ഞാൻ തന്നെ ചെയ്യണത്. മ്യൂസിക് പ്രൊഡക്ഷൻ അല്ല, വീഡിയോ പ്രൊഡക്ഷനൊക്കെ. യൂഷ്വലി ഐ വർക്ക് വിത്ത് ഡിഫറെൻറ്റ് പ്രൊഡ്യൂസേഴ്സ് പാട്ടുണ്ടാക്കാനൊക്കെ ആയിട്ട്. അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണം. ഇനിയുള്ളൊരു യാത്രയിൽ ഇപ്പം നേരത്തെ പറഞ്ഞു എനിക്ക് 36 വയസ്സാകുമ്പോഴാണ് ഈ സിനിമ കഴിഞ്ഞാൽ 20 ദിവസം മുമ്പ് എൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു പുതിയൊരാൾ എന്ന് വാസി പറയുകയും ചെയ്തു. പുതിയൊരാൾ എന്ന് പറയുമ്പോൾ വാസി എങ്ങനെയാണ് പുതിയതാവുന്നത്? ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുതിയതാവാറുണ്ട്. അങ്ങനെയല്ല, ലൈഫിൽ ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അതിനെ കെട്ടിപ്പിടിച്ച് എന്തെങ്കിലും നല്ല ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട എവിടെയെങ്കിലും ആസ് എ ഹ്യൂമൻ ബീങ് യു ആർ കോൺസ്റ്റൻ്റ്ലി ട്രൈങ് ടു ഡു ഡിഫറെൻറ്റ് തിങ്സ്. അപ്പോൾ ചെറിയ സ്റ്റെപ്സ് എടുത്ത് കുറേ അല്ലേ ഇങ്ങനെ പരിപാടി നടക്കണേ. അപ്പോൾ നോക്കാം ഹൈദരാലി വേറൊരു ശ്രീനാഥ് ബാസി പിടിക്കാൻ പറ്റുമെന്നില്ല. അങ്ങനെയല്ല, ഞാൻ സീരിയസ്ലി പറയാം. ഇതിനെ ഭയങ്കര ഹൈപ്പാക്കേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു മൊമെൻ്റ് കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ പേഴ്സണലി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെനിക്ക് വളരെയധികം ട്രോമാറ്റിക്കായിരുന്നു. എൻ്റെ ജീവിതത്തിൽ അത്യാവശ്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ട്രോമയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ജസ്റ്റ് വന്നോളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചുറ്റുമുള്ള എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ അനിയൻ, എൻ്റെ ടീം വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇനി നന്നാവാനുള്ളൂ, മനസ്സിലായില്ല? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് അത്ര വലുതായിട്ട് തോന്നുന്നില്ല. ഏറ്റവും വലുത് കഴിഞ്ഞിട്ട് നമ്മളിരിക്കുമല്ലോ, അപ്പോൾ പിന്നെ വേറെ ഇതെല്ലാം അങ്ങനെയല്ല, അത് ഇറ്റ്സ് ഫൈൻ. ഐ ബിലീവ് ദൈവത്തിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ കടന്നു പോകുന്നു, നല്ലത് വരുത്.
ദൈവവിശ്വാസിയാണോ? യെസ്. കൊന്ത കറക്റ്റ് കിടക്കും. പള്ളിയിലൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്? ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കാൻ ഓരോ പ്രാർത്ഥനയിലും ആരെയൊക്കെ കൂട്ടാറുണ്ട്? നമ്മൾ ഹൃദയത്തിൽ കൂട്ടുന്ന കുറേ ആളുകൾ. അളിനെ കുറിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഏത്? ഞാൻ നന്നാകണമെന്ന്. ഹൈദരാലി. നോ, ഐ ആം പ്രയർഫുൾ. യെസ്. എൻ്റെ അച്ഛനും അമ്മയും വളരെ പ്രയർഫുള്ളാണ്. അവരുടെ പ്രാർത്ഥനയാണ് ബേസിക്കലി എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ ബ്ലെസ്സിങ്ങും. അത് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു കുടുംബത്തിൽ നിന്നും മറ്റു കുടുംബാംഗങ്ങളുണ്ടോ? അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ബാസിക്ക്? വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള സപ്പോർട്ടാണ്, കൺസ്ട്രക്റ്റീവ് സപ്പോർട്ടാണ്. ഇറ്റ്സ് ഓൾവേസ് ദെയർ ടു കറക്റ്റ് മീ ആൻഡ് ഓൾവേസ് ദെയർ ടു ടെൽ മീ ഇഫ് ഇറ്റ് ഇസ്. അച്ഛനും അമ്മയായിട്ട് ബന്ധുക്കളുടെ വീട്ടിൽ പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ബാസിയെക്കുറിച്ച് പല വാർത്തകൾ കേൾക്കുമ്പോൾ ചില ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ അത് അച്ഛനും അമ്മയ്ക്കും ഒരു ഹെർട്ടാവുന്നുണ്ടാവും. അവിടെ പോകുമ്പോൾ പലതും സംഭവം. ആ വേദനയൊക്കെ കാണാറുണ്ടോ? യെസ്, കാണാറുണ്ട്. അതിൽ നിന്നൊക്കെ അച്ഛനും അമ്മയ്ക്കും നല്ല സന്തോഷമുള്ള വാർത്തകൾ എനിക്ക് കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ന്യൂസ് മീഡിയയ്ക്കും എന്നെക്കുറിച്ച് നല്ല എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റട്ടെ, എല്ലാ മീഡിയക്കാർക്കും ആക്ച്വലി പറയാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ല, ഈ ഒരു ഇപ്പോൾ ഈ പറഞ്ഞ ഡയലോഗ് തന്നെയാണ് ഏറ്റവും ഹൈപ്പട്ടോ. നമ്മൾ അച്ഛനും അമ്മയും നമ്മളെ വളർത്തിയ അച്ഛനും അമ്മയുടെ കണ്ണ് നിറയുമ്പോഴാണ് നമുക്ക് കണ്ണ് നിറയുള്ളൂ. മറ്റുള്ളവരെ കണ്ണ് നിറയാൻ നമുക്ക് അത്ര കണ്ണ് നിറയില്ല. അത് ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ് ഇപ്പോൾ പറഞ്ഞത്. ഹൃദയത്തിൽ നിന്ന് പറഞ്ഞൊരു വാക്കായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. കലക്ക് പൊന്നെ എതിരാളി. നോ, താങ്ക് യു. അല്ല, ഞാൻ അച്ഛമ്മയുടെ കാര്യം വെച്ചാൽ അച്ഛമ്മയുടെ കൂടെ ജീവിക്കണേ, അച്ഛമ്മയുടെ കൂടെ താമസിക്കണേ ഞാൻ. അപ്പോൾ എനിക്കറിയാം എൻ്റെ ലൈഫിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സമയമാണ്. അപ്പോൾ എൻ്റെ ജോലി എൻ്റർടൈനറാണ്. സിനിമ ഉണ്ടാക്കുക, പാട്ടുണ്ടാക്കുക. നല്ലൊരു സിനിമയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൾക്കാർ സിനിമേനെക്കുറിച്ചും അഭിനയത്തിനെക്കുറിച്ചും അതൊക്കെ സംസാരിക്കട്ടെ. ഇതുപോലത്തെ അലമ്പുകളിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അഭിനയത്തിൻ്റെ കാര്യത്തിൽ ബാസി പറഞ്ഞത് ഒരു അഭിനയത്തിൻ്റെ കാര്യത്തിലും ആർക്കും എതിർത്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ബാസിയെ തേടി എന്ത് വിഷയങ്ങൾ വാർത്ത വന്നാലും പ്രൊഡ്യൂസർമാർ ഓടിയെത്തുന്നത്. ബാസിയുടെ അഭിനയത്തിൽ അവർ ഒക്കെയാണ്. അല്ലെങ്കിൽ ബാസിയുടെ അടുത്തേക്ക് പറഞ്ഞിട്ടോ പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്നു. ബാസിയുടെ അഭിനയം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ബാസി ഇപ്പോൾ ആസാദി സിനിമയ്ക്ക് വരെ ഇവിടെ ഇരിക്കുന്നത്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആയതുകൊണ്ടാണല്ലോ പ്രൊഡ്യൂസർമാർ ഓടിയെത്തുന്നത് ബാസിയെ കാണാൻ. അല്ല, എനിക്ക് ആൾക്കാർ ഇവനൊക്കെ ഇപ്പോഴും അഭിനയിക്കാൻ പ്രൊഡ്യൂസർമാരുണ്ടല്ലോ എന്നുള്ളൊരു കമൻറ്റ് അയച്ചായിരുന്നു ഞാൻ. എന്നുവെച്ചാൽ ആൾക്കാരുടെ ഒരു പേഴ്സ്പെക്റ്റീവ് അപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്നെക്കുറിച്ച് ഇവനപ്പോൾ എന്തായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക, ദാറ്റ്സ് വെയർ ഐ ആം റൈറ്റ് നൗ. അപ്പോൾ എൻ്റെ ആകെയുള്ള ആഗ്രഹം ആൾക്കാർ ഈ സിനിമ കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടട്ടെ എന്ന് മാത്രമാണ്. എന്നിട്ട് ബാക്കി നമുക്ക് ഇനി ഒരു സിനിമ ചെയ്യണം, ഒത്തിരി കഥാപാത്രം ഇനി നമുക്ക് സ്വയം തോന്നും ചില കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്താൽ കൊള്ളാം. അങ്ങനെ കഥാപാത്രങ്ങൾ മനസ്സിലുണ്ടോ? അങ്ങനെ ഓക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പറയൂല. പതുക്കെ കുറച്ചും കൂടെ പ്രായമായിട്ടൊക്കെ ചെയ്യാനുള്ളത് ഉണ്ട്. കുറച്ച് ഐറ്റംസ് ഉണ്ട് മനസ്സിലുണ്ട്. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു, ആ പടം സൂപ്പർ ഹിറ്റായി, മമ്മൂക്കായുമായിട്ട് ചേർത്ത് പിടിച്ചു. അങ്ങനെയൊക്കെ ഒരു സന്ദർഭം. മമ്മൂക്കായെ പോലെ ഒരു സൂപ്പർ താരം ബാസിനെ ചേർത്ത് പിടിക്കുന്നു. എന്തുണ്ടെങ്കിലും ബാസിയുടെ കൂടെ നിൽക്കാൻ ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന മമ്മൂക്കാനെ നമ്മൾ കാണാറുണ്ട്. അത്തരം ആർട്ടിസ്റ്റുകൾ, വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ച ഒരു കലാകാരൻ തന്നെയാണ്. ഇനി അഭിനയിക്കണമെന്ന് തോന്നിയ ഇന്ന ആളുടെ കൂടെ അഭിനയിക്കണം അങ്ങനെ ഒരു തോന്നലുണ്ട്? എനിക്ക് ലാലേട്ടൻ്റെ കൂടെ നല്ലൊരു സാധ്യതയാണ്. ലാലേട്ടൻ്റെ കൂടെ സംഡേ അത് സംഭവിക്കും. ഐ ഹോപ്പ് സോ. അങ്ങനെ ആഗ്രഹം. മറ്റു ഭാഷയിലേക്ക് എങ്ങനെയാണ്? ഞാനിപ്പോൾ തമിഴൊരു പടം ചെയ്തു ആദ്യമായിട്ട്. തമിഴിലൊരു വില്ലൻ റോൾ. അകിരൻ മോസസ് എന്ന് പറഞ്ഞ കോ ഡയറക്ടറാണ് വട ചെന്നൈയുടെയൊക്കെ. പാരഞ്ജിത്ത് പ്രൊഡക്ഷൻ, GV പ്രകാശ്, സുനിൽ സാറും ഞാനാണ് വർക്ക് ചെയ്തത്. തമിഴ് ചെയ്ത് ഷൂട്ട് കഴിഞ്ഞു. ഡബ്ബും കഴിഞ്ഞു. അപ്പോൾ തമിഴിലേക്ക് നല്ലൊരു സിനിമ നമുക്ക് കാണാൻ മുടങ്ങി. അതെ, ഒരു ചെറിയൊരു പരിപാടി. ചെറുതെന്ന് വാസി പറയുമ്പോൾ തന്നെ വലിപ്പം എത്രയുണ്ട് നമുക്ക് മനസ്സിലാവും. ആ കയ്യിൽ തന്നെ ചെറുതെന്ന് പറയുമ്പോൾ അത് ഇത്രയും വികസിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. താങ്ക് യു. ഇനിയുള്ള യാത്ര വാസിയോടൊപ്പം എല്ലാം മറന്ന് ഞാനും ഉണ്ടാവും, കൂടെ ഉണ്ടാവും. നമുക്ക് കല്യാണം കഴിച്ചാലോ? തെറ്റിദ്ധാരണകളൊക്കെ ഇതോടുകൂടി മാറണം. പ്രഷർ പറയാറുണ്ട്. എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല, അത് കുഴപ്പമൊന്നുമില്ല. ഐ ആം ഫൈൻ, അത് കുഴപ്പമൊന്നുമില്ല. എനിക്കെന്ത് തെറ്റിദ്ധാരണ? നിങ്ങൾ പൊളിക്കുക ഇതിലല്ലേ, ഇത്ര എനിക്ക് പറയാനുള്ളൂ.
തീർച്ചയായിട്ടും വാസി, ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് പറയുന്നു. വാസിയെ പോലെ ഒരു നല്ല കലാകാരൻ പ്രേക്ഷകർക്ക് ആവശ്യമാണ്. ഇനിയുള്ള യാത്രയിലും സിനിമയിലും നല്ല നല്ല വേഷങ്ങൾ കിട്ടി പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഉണ്ടാകണം. ആഴത്തിലെത്തുന്ന കഥാപാത്രങ്ങൾ, ചിന്തിക്കുന്ന കഥാപാത്രം. ഈ സിനിമ കണ്ടവരെന്നോട് പറഞ്ഞു, എന്തായാലും വാസിയുടെ ഈ അഭിനയം കണ്ടിട്ട് ഇവിടെ ഉള്ളിൽ കണ്ടുതീരോ വീഴാതെ തിയേറ്ററിൽ നാളെ ഇറങ്ങില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ കണ്ടില്ല, ഞാൻ അറിഞ്ഞത്. അത്രയും ആഴത്തിൽ പതിക്കുന്ന കഥാപാത്രം ഇനിയും ഉണ്ടാകണം. ഒത്തിരി സന്തോഷം ഇത്ര സമയം എനിക്ക് വേണ്ടി. താങ്ക് യു ബ്രദർ. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.